എല്ലാരും കണ്ടതിന്റെ ഒരു സന്തോഷവും അല്ലേ, ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നിൽക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു, ഉള്ളിൽ എങ്ങനെയുണ്ട്, എന്തൊക്കെ ഉണ്ടായിരുന്നു? സോറി. കുഴപ്പമില്ല. എല്ലാ വർഷവും ഒരു തവണ ഇത് നടക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വേറെ കുറച്ച് ദൂരെയായിരുന്നു ഷൂട്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല. അതിനു മുമ്പ് 3 തവണയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു എല്ലാരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം പുതിയ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ? ഇപ്പൊ ഓൾറെഡി അഡോപ്റ്റ് കമ്മിറ്റി ആണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയ എന്തെങ്കിലും പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം നല്ലതായിട്ടാണ്. അപ്പം താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഒരു ചെറിയ ബൈറ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ മീഡിയ ഓൾറെഡി ഞാൻ വന്നതായിരുന്നു, പക്ഷേ ഗായത്രിയുടെ അടുത്തേക്ക് വന്നില്ലായിരുന്നു. കുഴപ്പമില്ല, അല്ലിക്കട സ്വന്തം ആൾക്കാരാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ് മീറ്റിങ്ങിന് വന്നതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. വീണ്ടും ബാക്ക് ടു ഫാമിലി. അടിപൊളി, സൂപ്പർ, നല്ല മീറ്റിംഗ് ആണ്. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പോ എന്താണ് ഉണ്ടാവുക, കുറെ ഉണ്ടാവുമല്ലോ, വിഭവ സമൃദ്ധമായിരിക്കും. എന്താണ് ഉണ്ടാവുക നോക്കാം. കൺസേൺ മുഴുവൻ ഫുഡിനെ കുറിച്ചാണ് ഇവിടെ നടന്ന മീറ്റിംഗ്. എല്ലാം ഉണ്ട്, ഫുഡ് അതിന് വലിയൊരു ഭാഗമാണ്. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏത് ബ്രാൻഡ്? അടിപൊളിയാണല്ലോ. ആണോ? ഇത് കലോബാറിന്റെ ഏത് ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഉള്ളിൽ എന്തൊക്കെയാണ്, നമ്മളിപ്പം അഡോപ്റ്റ് കമ്മിറ്റിയാണ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവോ? എന്താണ് ഗായത്രിക്ക് തോന്നുന്നത്? എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നുണ്ട് അമ്മ ഇനിയും കുറച്ചുകൂടിയും ശക്തമാവും, കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഈ അടുത്തായിട്ട് അമ്മ ആക്റ്റീവ് ആയിട്ടുണ്ട്. കുറെ കുടുംബസംഗമം നടത്തി, കുറെ കൈനീട്ടങ്ങള്. അപ്പൊ ഇനിയും നന്നാവും തന്നെയാണ്. അമ്മ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞ എന്തായിരിക്കും പെട്ടെന്ന്? അതിനാണല്ലോ നമ്മൾ ഇങ്ങനത്തെ വലിയ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്, സൊസൈറ്റിക്ക് വേണ്ടി നല്ലത് ചെയ്യാനായിട്ട്. സോ അതിനെപ്പറ്റി പറയുമ്പോൾ വളരെ പ്രൗഡാണ്, വളരെ അഭിമാനമുണ്ട്. അതായത് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു അസോസിയേഷന്റെ ഭാഗമാവാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഫുഡൊക്കെ പോയി എൻജോയ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മളുടെ 31ാമത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അമ്മയുടെ ഒരു ചെറിയ ബ്രേക്ക് സെഷൻ വന്നിട്ടപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ തിരക്കിനിടയിലും കുറച്ച് സമയം ഞാനൊന്ന് കടം ചോദിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇൻസൈഡ്? ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പം എന്താണ് അവിടെ, എന്തായിരുന്നു? ശരിക്കും എല്ലാ വർഷവും ഞാൻ വരാറുണ്ട്. ഓരോ വർഷം വരുന്തോറും നമുക്ക് അത്രയും എന്താ പറയുക, അടുത്ത വർഷവും വരാൻ സാധിക്കണേ, ഇതുപോലെ എല്ലാവരും കാണാൻ സാധിക്കുന്നത് അത്രയും സന്തോഷമാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ഫാമിലിയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്, പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരും മുടങ്ങാതെ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് താരങ്ങൾ പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വർഷവും ഈ പറയുന്ന ജൂണിലെ 4ാമത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അവർ വേറെ ഒന്നും എടുക്കാതെ മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇപ്പോൾ ഇന്നത്തേക്ക് എത്തി നിൽക്കുമ്പം എക്സൈറ്റ്മെൻറ്റുകളുണ്ട്, സന്തോഷമുണ്ട്. ആൻഡ് മോർ ഓവർ ദാറ്റ്, എന്തൊക്കെയാണ് ഇനി അമ്മയുടെ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാറായോ? അതൊക്കെ അവര് പറയും, ഒഫീഷ്യൽസ് കൃത്യമായിട്ട് പറയുള്ളൂ. കമ്മിറ്റിയിൽ നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നോളൂ, അതെല്ലാം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യും. അപ്പൊ എന്തായാലും ഈ വർഷം കാണാൻ പറ്റിയതിൽ സന്തോഷം. ഈ വരും വർഷങ്ങളും കാണാൻ പറ്റട്ടെ അല്ലേ? കാണാൻ പറ്റട്ടെ, നിങ്ങളെയും കാണാൻ സാധിക്കട്ടെ, എല്ലാവരെയും കാണാൻ സാധിക്കട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിനിടയിൽ ഒരു നിമിഷം ഒന്ന് പിടിച്ചു നിർത്തുകയാണ്. ഉള്ളിൽ അത്യാവശ്യമായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ചേട്ടാ, അപ്പം എന്താണ് പറയാനുള്ള ഈ ഒരു മൊമെന്റിൽ? അല്ല, ഇത് എല്ലാവരും കാണുന്ന പറഞ്ഞില്ലേ, അപ്പം നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും. എന്താ പറയുക, ഒരു ഇടക്കാലം കൊണ്ട് സിനിമയിലേക്ക് എത്തി ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ നല്ല അടിപൊളി കഥാപാത്രങ്ങൾ ചെയ്ത് ഞങ്ങളുടെ മനസ്സിൽ കയറിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ ഒരു സംഘടനയിലേക്ക് വന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? അല്ല, ഈ സംഘടനയിൽ വരേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. കാര്യം ഞാൻ ചെറുപ്പം മുതൽ കണ്ട, ഞാൻ ആരാധിക്കുന്ന അവരുടെ കൂടെ അതിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം തന്നെയായിരുന്നു. അതിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, അതിൻ്റെ മെമ്പറായാലും ഞാൻ മമ്മൂട്ടി, ലാലേട്ടൻ പോലുള്ള വലിയ വലിയ ആളുകൾ ഉള്ള സ്ഥലത്ത് ഞാനും എൻ്റെ പാർട്ടാകാന്നാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ആക്ടർ നിലയിലും ഒരു പേഴ്സണൽ നിലയിലും എൻ്റെ ഏറ്റവും വലിയ. എത്ര വർഷമായി ഇതിൽ വന്നിട്ട് ചേട്ടൻ? ഞാനിപ്പോ ഒരു 5-6 വർഷമായി. 5-6 വർഷമായിട്ട്. അപ്പം വന്നതിന് ശേഷം അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 2018 ആ സമയത്താണ് വന്നത്. അപ്പം ആ സമയം തൊട്ട് തന്നെയാണെങ്കിലും ഫ്ലഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നിട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ നോക്കി കാണുന്നത്? അത് എന്താണെന്നറിയോ, അത് ശരിക്കും പുറത്തുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് മീറ്റിംഗ് കൂടുമ്പോഴും ഇത് ചെയ്യുന്ന ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ശരിക്കറിയാം. കാര്യം നമ്മൾ പുറത്തുനിന്നുള്ളൊരു ബെനിഫിറ്റ് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് മാത്രം അല്ലല്ലോ. എല്ലാവരും ഇപ്പോൾ അംഗങ്ങൾക്ക് മാത്രമല്ല, പുറത്തുള്ള പല കാര്യങ്ങൾക്കും. ഇപ്പോൾ
ഒരു ഫ്ലഡ് വന്നപ്പോഴും ബാക്കി കൊറോണ വന്നപ്പോഴായാലും പല സഹായങ്ങൾ മെമ്പർ എന്ന നിലയിലും ഇപ്പം മെമ്പറിൽ ബാക്കിയുള്ളവർക്കും ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കറിയാം. പുറമെ നിന്ന് നോക്കുന്നതല്ല, അതിനും വലുതാണ്. പുറമെ നോക്കുന്നവർക്ക് പലരും പല അഭിപ്രായം പറയും. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതിന്റെ മെമ്പർമാർക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ചേട്ടന് ഒരുപാട് താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തരാൻ വരട്ടെ. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വന്തം പ്രിയപ്പെട്ട പാരസ് ലക്ഷ്മി ഈസ് ഹിയർ. ഹലോ, സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. എന്ത് പറ്റി വൈകിപ്പോയോ? ഒരു ഇച്ചിരി ഇച്ചിരി ഇന്ന് രാവിലെ കുറച്ചൊരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാന്ന് അങ്ങനെ പെട്ടെന്ന് ഓടി വന്നു. ഉള്ളിലേക്ക് കയറിയായിരുന്നു മീറ്റിംഗിന്റെ? കയറിയിരുന്നു. എപ്പോഴും നല്ല ഒരു എന്താ പറയാ, നല്ലൊരു ദിവസമാണ്. എല്ലാവരും കാണാൻ സാധിക്കുന്നു, സംസാരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഫീൽ റിയലി ഓൾവേസ് ഹാപ്പി ടു ബി ഹിയർ. ആൻഡ് ഈ വർഷം അതുപോലെ അങ്ങനെ പുതിയ മുഖമുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, പുതിയ തലമുറയോടൊപ്പം തന്നെ നമുക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പഴയ തലമുറയിൽപ്പെട്ട സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ കാണാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം തന്നെ. അതിനെ എങ്ങനെയാണ് ലക്ഷ്മി നോക്കി കാണുന്നത്? അല്ല, ഐ ഫീൽ വെരി വെരി ലക്കി. അത് എന്താ ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനത്തെ ഒരു അസോസിയേഷൻ, ഇങ്ങനെ ഒരു ദിവസം എല്ലാവരും കാണാൻ പറ്റുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നത്. It's a blessing. So we are lucky and you have to. Yes. And പുതിയ നൃത്ത പരിപാടികൾ എന്തൊക്കെയാണ്? അത് എൻ്റെ ഒരു പ്രൊഡക്ഷൻ, ഇപ്പോൾ ഒരു സോളോ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു, ഭൂ എന്ന് പറയുന്ന ഒരു ഭരതനാട്യം പ്രൊഡക്ഷൻ. സോ ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ പുതിയ പ്രോഗ്രാംസ് ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ മാത്രം നർച്ചറിങ് ആർട്ട് എന്ന് പറയുന്ന എൻ്റെ ഓർഗനൈസേഷൻ ഇപ്പോൾ തുടങ്ങിയത് ഈ വർഷം. സോ അതിന് പുതിയ ഫെസ്റ്റിവൽസ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupuzha.